ക്യൂരിയസ് പ്ലേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് ബട്ടർ നാനാണ്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ 2 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. മൈദാമാവിലാണ് നമ്മൾ നാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം പിന്നെ വേണ്ടുന്നത് ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, ചെറിയ തരിതരിയായിട്ടുള്ള ഈസ്റ്റ്, അതൊരു 1/2 ടീസ്പൂൺ. പിന്നെ വേണ്ടുന്നത് കട്ട തൈരാണ്. ഇതിപ്പോൾ ഒരു 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഈ കപ്പിൽ തന്നെയാണ് നമ്മൾ മൈദ മാവ് അളന്നെടുത്തത്. അപ്പോൾ അതേ കപ്പിൽ 1/2 കപ്പ് തൈര്. പിന്നെ വേണ്ടുന്നത് ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതായത് ഉപ്പും ഈസ്റ്റും എല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വെള്ളം ആഡ് ചെയ്യാം, ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ തൈര് എല്ലാ സ്ഥലത്തും എത്തുകയും ചെയ്യും, നമുക്ക് വെള്ളത്തിൻ്റെ അളവ് അറിയാനും സാധിക്കും. ഇനി നമുക്കിതൊരു ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അതിലൊരല്പം ലൂസായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പം മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അതിനായിട്ട് ഈ മാവിൻ്റെ മുകളിലേക്ക് ഒരു നനഞ്ഞ വൃത്തിയുള്ള കോട്ടൺ ടവലോ കിച്ചൺ ക്ലോത്തോ എന്തെങ്കിലും ഒന്ന് വെച്ച് മൂടി അടച്ച് ഒരു 2 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. നല്ല എയറി ആയിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. നല്ല പെരുകി വന്നിട്ടുണ്ട് മാവ്. ഇനി നമുക്ക് ഈ ടവലൊന്ന് മാറ്റാം. ഉണ്ട്, നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച പോലെയല്ല, കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. നമുക്കിതൊരു ചപ്പാത്തി പലകയിലേക്ക് മാറ്റാം. എന്നിട്ട് ഉരുളകളാക്കി എടുക്കാം. ചെറുതായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഉരുളകളാക്കി എടുക്കാം. രണ്ട് കപ്പ് മൈദയിൽ നിന്നും 9-10 നാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിതെല്ലാം ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ടുണ്ടാക്കി ചുട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരെണ്ണം എടുത്തതിന് ശേഷം ഈ നനഞ്ഞ ടവൽ വെച്ച് ബാക്കിയുള്ള മാവൊന്ന് മൂടി വെക്കുക. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്ത് വെക്കണം. ഇതിപ്പോഴത്തേക്കല്ല, നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞ് തേക്കാൻ വേണ്ടിയാണ്. ഇത് ഞാനൊന്ന് പരത്തി കാണിക്കാം. ആദ്യം ചപ്പാത്തി പരത്തുന്ന പോലെ റൗണ്ടിലൊന്ന് പരത്തിയിട്ട് ഒരു ഓവൽ ഷേപ്പിൽ പരത്തിയെടുക്കണം. ഇതിൽ ഓവൽ ഷേപ്പിന് ഒരു അറ്റം തിക്നെസ് കുറഞ്ഞും ഒരറ്റം വീതി കൂടിയായിട്ട് പരത്തിയെടുക്കണം. ഈ റോള് ബാക്കിലേക്ക് പിടിച്ച് പരത്തിയെടുത്താൽ മതി. കട്ടി കുറച്ച് പരത്തി എടുക്കണം. ഇപ്പോൾ നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് വെള്ളം തേച്ച് കൊടുക്കാം. ഈ സമയം നമുക്കൊരു കടായി അല്ല എന്തെങ്കിലും കട്ടിയുള്ളൊരു പാത്രം ചൂടാക്കാൻ വെക്കണം. ആ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെള്ളം തേച്ച് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഫ്ലെയിമിലേക്ക് കാണിക്കുമ്പോൾ ഇത് വീണ് പോകും. നന്നായിട്ട് വെള്ളം തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരറ്റം ആദ്യം പതുക്കെ ഇളക്കി എടുത്തിട്ട് ഒരു കൈ അടിയിലേക്ക് പോയിട്ട് നമുക്കിത് ഈ വെള്ളം നനഞ്ഞ ഭാഗം നമുക്ക് നമ്മുടെ ഈ ചൂടായിരിക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൈയൊക്കെ പൊള്ളാതെ സൂക്ഷിക്കണം, കുട്ടികളൊന്നും ചെയ്യല്ലേ. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൂട്ടി വെക്കാം. ഇത്രയും നേരം തീ കുറവായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വരുന്നുണ്ട്, പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. അത് അത്യാവശ്യം നന്നായിട്ടൊന്ന് പൊങ്ങി വരുമ്പോഴത്തേക്ക് ഇനി നമുക്കിത് ഫ്ലെയിമിലേക്ക് കാണിക്കാം. ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യണം, കൈയൊന്നും പൊള്ളാതെ. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടിയും കുറച്ചും നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. ഇതിൽ ചെറിയ ബ്രൗൺ സ്പോട്ട്സ് ആകുന്ന വരെ, എന്നാൽ ഒരുപാട് കരിഞ്ഞു പോകല്, കറക്റ്റ് വേവിൽ നിന്ന് ചുട്ടെടുക്കാം. ഇങ്ങനെ ചുടുമ്പോഴാണ് അതിനൊരു സ്മോക്കി ഫ്ലേവർ നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സാധാരണ നമ്മൾ ചപ്പാത്തി ചുടും പോലെ രണ്ട് സൈഡും മറിച്ചിട്ട് ചുട്ടെടുത്താലും മതി. പിന്നെ റഫ് സർഫസ് ഉള്ള പാത്രം എടുക്കാൻ നോക്കണം, അപ്പോഴാണ് ഇത് ഒട്ടിപ്പിടിക്കുക. നല്ല കട്ടിയുള്ള റഫ് സർഫസ് ഉള്ള പാത്രം. നോൺ സ്റ്റിക്ക് ഒന്നും എടുക്കല്ല, അത് അപ്പോൾ അതിലൊട്ടുമില്ല, പെട്ടെന്ന് വീണു പോകും. അപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും. ഇതൊന്ന് മാറ്റാം. ഇതിലേക്ക് ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ഒന്ന് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ നാൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം.